നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു വലിയ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് നിലക്കടല ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ, ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസ് വേണം, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് വേണം, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 പിഞ്ച് ചാട്ട് മസാല വേണം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ലെമൺ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഡയറക്റ്റായിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ചീകി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചീകി എടുത്തിട്ട് ഒരു 3-4 വെള്ളത്തിൽ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കണ്ടില്ലേ. ഇപ്പോൾ വെള്ളം ഇതുപോലെ നല്ല തെളിഞ്ഞ വെള്ളം വരണം. അതുവരെ നമ്മൾ ഇതിൻ്റെ സ്റ്റാർച്ചെല്ലാം പോകേണ്ട രീതിയിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതിൽ നിന്ന് നല്ലോണം ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കണം. നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ ഒരു കിച്ചൺ ടവലിലോ അല്ലെങ്കിൽ ഒരു വെള്ള തുണിയിലോ ഇട്ടിട്ട് എല്ലാം ഇതുപോലെ പിഴിഞ്ഞെടുക്കണം ആദ്യം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഈ തുണിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവൻ നമുക്ക് തോർത്തിയെടുക്കണം. നന്നായിട്ട് വെള്ളം ഇല്ലാത്ത രീതിയിൽ നമുക്ക് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എന്താക്കുക, നന്നായിട്ട് ഫാനിൻ്റെ താഴെ വെച്ചിട്ട് നല്ലോണം ഒരു തുണിയും എടുത്തിട്ട് ഇതുപോലെ ഒപ്പി ഉള്ള വെള്ളം തേച്ചും വറ്റിച്ചെടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാണ്ട് നമുക്കിതെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളമെല്ലാം ഇല്ലാണ്ട് ഇതുപോലെ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ടപ്പാട് നമ്മൾ 1 മിനിറ്റ് ഒന്നും ചെയ്യാണ്ട് വിടുക. എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതാ കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് വേണ്ട നമുക്കിത് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഒരു കറമുറയാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ആവുന്നത്. നല്ല ഫ്ലെയിമിൽ തന്നെ, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോട്ടെ. ഫ്ലെയിം കുറക്കൊന്നും വേണ്ട, വേഗം തന്നെ ആയിക്കോട്ടെ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വേഗം നമുക്ക് കുട്ടികൾക്കെല്ലാം ഇതുപോലെ മിക്സ്ചർ പോലെയെല്ലാം ആക്കിയിട്ട് കുട്ടികൾക്ക് നല്ല തന്നെയല്ലോ. ഉരുളക്കിഴങ്ങും കുറച്ച് കടലയും നമുക്ക് ഇഷ്ടമുള്ള ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെല്ലാം ഇടാം. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നിലക്കടല ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ട്, എൻ്റെ ഇത് വറുത്ത കടല തന്നെയാണ്. ഞാൻ എന്തായാലും ഇതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കടലൊക്കെ ഇടായിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കോരിയിട്ട് നമ്മളെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ 2 പിഞ്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ്. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം എന്താ വെച്ചാൽ ചാട്ട് മസാലയിൽ കുറച്ച് ഉപ്പുണ്ടല്ലോ ഓൾറെഡി. പിന്നെ നമുക്ക് വേണ്ടുന്നത് എന്താ വെച്ചാൽ കുറച്ച് മുളക് പൊടി, അത് നമ്മളെ എരിവിന് വേണ്ടുന്ന അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇതും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ പൊട്ടറ്റോ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. കുറച്ച് നേരം നമ്മൾ ഇതിലുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു വെള്ളയേ ഉണ്ടാവാൻ പാടില്ല. നല്ലോണം തുടച്ച് ഉണക്കി എടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മിക്സ്ചർ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.